കാര്യം കറൻ്റ്ലി ഇപ്പോൾ ഗ്യാങ് ഹൗസ് ഇല്ല. ഗ്യാങ് ഹൗസ് ക്ലോസ് ചെയ്ത്. മനസ്സിലായ? ഗ്യാങ് ഹൗസ് ക്ലോസ് ചെയ്ത്. അത്രയേ ഉള്ളൂ. മനസ്സിലാക്കുക. നിൽക്ക്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഓക്കെ ആൾവേസ് ലവ് യു മുത്ത്. ഷാരൂഖ് ബ്രോ താങ്ക് യു ഫോർ ദ 19.99 സൗദി റിയാൽ. താങ്ക് യു, ലവ് യു മുത്തേ, ഓൾവേസ് MRC. അത്രേ ഉള്ളൂ. എന്ത് വന്നാലും MRC ബ്രോ. ചത്താലും MRC. മനസ്സിലായ? അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ചത്താലും MRC. അത് വിട്ടിട്ട് വേറെ ഒരു കളിയില്ല. അപ്പം ഹായ് റാംബോ WASSUPP. ഹായ് റാംബോ W വാട്സ്ആപ്പ്. സുഖം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം അത് മാത്രമോടെ അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. കാരണം എനിക്ക് ഇന്നലെ അത്രയും മെസ്സേജ് എനിക്ക് വന്ന്, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം അവിടെ ഒരു ഗ്യാങ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് MRC എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി എനിക്ക് GTA-യുടെ അകത്തുണ്ട്. അതിൽ എനിക്ക് കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കുടുംബം എന്ന് തന്നെ ഞാൻ അവരെയും പറയും. കാരണം എന്നും ഞാൻ ഇപ്പോൾ ലൈവ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ പോലും എല്ലാ ദിവസവും എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് എനിക്ക് ഇവിടെ ഒരു ഫാമിലി കണക്ക് തന്നെ എനിക്ക് ഇതിൻ്റെ അകത്തുണ്ട്. മനസ്സിലായ? അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ലൈവ് ഇട്ടത്. പിന്നെ ലൈവ് ഇടാൻ എന്നെക്കൊണ്ട് ലൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് എന്നെ നാട്ടിൽ പറഞ്ഞു വിട്ടത് ഞാൻ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വീണ്ടും ലൈവ് ഇടാതെ ഉഴപ്പി കിടക്കുമെന്നുള്ള ഇതുള്ളതുകൊണ്ടാണ് അവൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പം മുത്തേ കിക്രാമ്പോ എടാ ഇത് അപ്പം മുത്തേ എല്ലാവർക്കും താങ്ക് യു, ഒരുപാട് നന്ദി എല്ലാവർക്കും. ഇന്നലെ എനിക്ക് അത്രയും മെസ്സേജ് അയച്ചെന്നുണ്ട. എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഒരുപാട് സ്നേഹം, എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം. കാരണം ഇത്രയും നാൾ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഇൻഡിവിജ്വലി മെസ്സേജ് അക്സെപ്റ്റ് ചെയ്ത് എല്ലാവരുടെ അടുത്തും മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കണത്. മിസ് യു ബ്രദർ, മിസ് യു ടു. വേറെ എന്താ വിശേഷം? എന്താടാ പറ. നിങ്ങളെ കണ്ടിട്ട് എത്ര ദിവസമായി? നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എന്താ? ഇനി ഗ്യാങ്ങിൻ്റെ ഒപ്പം കാണുമോ മുത്തേ? ഇന്നോട്ട് ഞാൻ ഫുൾ ടൈം ഞാൻ ലൈവ് ഇടാം. ഒരു ദിവസം പോലും ഞാൻ ലൈവ് ഒഴിവാക്കൂല. മൊത്തം ഞാൻ ഗ്യാങ്ങിൻ്റെ കൂടെ തന്നെ കാണും. ഇനി ഞാൻ എന്തായാലും കുറേ നാൾ ഞാൻ ഇവിടെ കാണും. മനസ്സിലായ? ആ സമയം കൊണ്ട് നമുക്ക് ഗ്യാങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഒരുമിച്ച് MRC സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. അത് ആരൊക്കെ വന്നാലും ഏത് ഗ്യാങ് വന്നാലും MRC ഇരിക്കുന്ന തട്ട് അന്നും ഇന്നും എന്നും താന്ന് തന്നെ ഇരിക്കും. മനസ്സിലായല്ല? അതുകൊണ്ട് ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ. WWW ദിസ് ഈസ് MRC, ദിസ് ഈസ് OG MRC ഫാൽക്കൺ. മൊത്തം ഫാൽക്കൻ്റെ ഇഷ്യൂ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫാൽക്കൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ അടുത്ത് സംസാരിക്കണം. അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ ഭാഗത്തു നിന്ന് ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഫാൽക്കൺ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ല ഫാൽക്കൺ നമ്മളുമായിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് അവനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ ലീഡറായിട്ട് കയറുന്നതിൻ്റെ ആ സമയത്ത് തന്നെ എനിക്ക് അവനെ തിരിച്ചെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, അവനുമായിട്ട് പ്രശ്നമുള്ള ആ കുട്ടി അവർക്ക് ഈ സിറ്റിയിലുള്ള എന്തോ പ്രശ്നം പറഞ്ഞ് എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. അവരെന്തോ പ്രശ്നം പറഞ്ഞ് അവരങ്ങനെ ഒരു ഒബ്ജക്ഷൻ പറയുമ്പോഴത്തേക്ക് നമുക്കവനെ ഗ്യാങ്ങിലെടുത്ത് കളിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കോ പറ്റൂല. നമുക്കത് സംസാരിക്കാം. മാക്സിമം അത് സംസാരിച്ച് സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കാം. ഇല്ലെങ്കിൽ എനിക്ക് 600 അവർ സമ്മതിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അവരെയും തെറ്റു പറയാൻ പറ്റൂല. ഇവന് കാരണം അത്ര 100% ഫാൽക്കൻ്റെ അടുത്ത് ഞാൻ അന്ന് ഫാൽക്കൻ്റെ ഈ പ്രശ്നം പറഞ്ഞ സമയത്ത് ഞാൻ ഫാൽക്കൻ്റെ അടുത്ത് വെച്ച് ഇത് കണക്കേടാ നിനക്ക് ഉറപ്പുണ്ടോ, നീ അയച്ച മെസ്സേജ് ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടാന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞ് റാംബോ എനിക്ക് സത്യമായിട്ടും കുറേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഫുള്ള് എനിക്ക് അവൻ്റെ കൂടെ ആ ഒരു കാര്യം നോക്കി നിൽക്കാനും എനിക്ക് പറ്റൂല. മനസ്സിലായ? അപ്പോൾ അതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്, അല്ല വേറെ ഒന്നുമില്ല. അത് നമുക്ക് നോക്കിയിട്ട് സോർട്ട് ചെയ്യാം. കുറച്ച് വേറെ എന്താ ഷമീർ മുത്തേ ഷമീർ നാട്ടിലാണ്. ഞാൻ പറഞ്ഞുതരാം, ഷമീർ നാട്ടിലാണ്. എനിക്ക് തോന്നുന്നു ഷമീർ എന്നെ എന്നെ അവസാനമായിട്ട് വിളിച്ച് ഒരാഴ്ചയായിക്കാണ് ഷമീർ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതെനിക്ക് അവ ലൈവ് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അവ എന്ന് ചെയ്യുമെന്ന് എന്ന് വരുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും അവ ലൈവ് വരും. ഓക്കെ. Always MRZ Shatapi ACHA. Always MRC Chatta Pacha. Aisho Cruiser, thank you for the 40 rupees, brother. Always MRC Chatta Pacha. Aisho Cruiser. പിന്നെന്താ ഫോർച്യൂണർ ഇവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അത് ഇവിടെ തന്നെ കാണും. അത് സുരക്ഷിതമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ കാണും. അത് പൊന്നുപോലെ നോക്കും. മനസ്സിലായ? അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് പൊന്നുപോലെ ഇവിടെ തന്നെ കാണും. ഓക്കെ. വേറെ എന്താ മിന്നൽ അപ്ഡേറ്റ് എന്താടാ?
എന്താ സംഭവം എന്താ? ഏജ് അവന്റെ ഏജ് സീനാ. ആ ഏജിന്റെ സീനല്ലേ? ആ ഏജിന്റെ എന്തോ സീൻ ഉണ്ടെന്ന് പറഞ്ഞ കേട്ട്. അത് അവന് എത്ര വയസ്സായപ്പോ? അത് മാറും. അത് മാറും. 17 16 അല്ല 16 17 തൊട്ടിട്ടുള്ളവർക്കാണ് ഗ്യാങ് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് മാറ്റുന്നുണ്ട്. 16 തിരിച്ചാക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുള്ള പോളും കാര്യമൊക്കെ ഇട്ടു. അതെ, കുറച്ച് ദിവസം പിടിക്കുന്ന സംസാരിച്ച് എല്ലായിടത്തും ചോദിച്ച് കാര്യം എന്താണെന്ന് വെച്ചിട്ട് അറിയിക്കാം. പിന്നെ വേറെ എന്താ കുര്യൻ എടാ കുര്യനൊക്കെ കുര്യൻ്റെ വീട്ടിലാണ്. കുര്യന് നമ്മളെ ഗ്യാങ് ഹൗസിൻ്റെ കുറച്ചപ്പുറത്തെ കുര്യാക്കോസിൻ്റെ വീട്. അപ്പം കുര്യാക്കോസ് അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അതിനുശേഷം ഞാൻ കണ്ടിട്ട് കുറേ നാളാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഞാൻ കണ്ടിട്ട് കുറേ നാളാണ്. അവൻ എന്തോ ജോലിക്കൊക്കെ, അവന് മുമ്പേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അവൻ ജോലിക്ക് പൊയ്ക്കൊണ്ട് നിന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരും. പിന്നെ ഫുൾ ടൈം ഒരു സമയത്ത് ഫുൾ ടൈം ഗ്യാങ് ഹൗസിലായിരുന്നു. ഇപ്പം എനിക്ക് അറിയില്ല, സത്യം പറയാല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു അവസാനത്തെ ഒരു 2 മാസം എന്ന് പറഞ്ഞാൽ ഞാനും നിയാദ് മാത്രമേ വീട്ടിലുള്ളൂ, വേറെ ആരും വീട്ടിലില്ല. പിന്നെ അവനും കൂടെ ഷൂട്ടിന് പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇത്രയും പേരുണ്ടായിരുന്ന ആ ഗ്യാങ് ഹൗസിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നില്ലടാ. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ നമ്മളെ ഫാമിലി ആയിട്ട് എല്ലാവരും ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം എല്ലാവരും പോകും, ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സ്ട്രീം ചെയ്യാനുള്ള മൈൻഡൊന്നും എനിക്ക് കിട്ടൂല. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിടാ, നീ ഒറ്റയ്ക്ക് നിൽക്കണ്ട, നീ നാട്ടിലോട്ട് പൊയ്ക്കോ, നീ നാട്ടിൽ പോയിട്ട് നിൻ്റെ കാര്യങ്ങൾ നോക്ക്, സ്ട്രീം നീ സ്റ്റാർട്ട് ചെയ്യ്, ഇനി നീ മടി പിടിച്ചിരിക്കല്ലെന്നും പറഞ്ഞ് നാട്ടിലോട്ട് വിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും നീ പോകുമ്പോഴത്തേക്ക് വണ്ടിയും കൂടെ കൊണ്ടുപോകും, വണ്ടി നീ എന്തായാലും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ്